മില്ലറ്റുകളിൽ വെളുപ്പത്തിൽ ഏറ്റവും ചെറുതും റാഗിക്ക് ശേഷം മലയാളികൾ ഏറ്റവും കൂടുതലുമായി ഉപയോഗിച്ച് കാണുന്ന ഒരു ചെറുധാന്യമാണ് ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ്. പാനിക്കം സുമാട്രൻസ് എന്ന ശാസ്ത്രീയ നാമത്താൽ അറിയപ്പെടുന്ന ഈ ചെറുധാന്യം വരൾച്ചയെയും മോശം മണ്ണിനെയും തരണം ചെയ്യുകയും വിവിധ പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടവുമാണ്. പ്രോട്ടീൻ, നാരുകൾ, വൈറ്റമിൻ ബി, ഇ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങി നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒട്ടനവധി മൂലകങ്ങളുടെയും പോഷകങ്ങളുടെയും മികച്ച ഉറവിടമാണിത്. ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചാമ നടുന്നതിന് മുമ്പ് നിലം ഉഴുതുമറിച്ച് നിരപ്പാക്കി ഏകദേശം 8 ഇഞ്ച് താഴ്ചയിൽ നിലം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. കളകളോ അവശിഷ്ടങ്ങളോ നീക്കം ചെയ്യുവാനും തൈകൾ വളരുന്നതിന് ഉപരിതലം സൃഷ്ടിക്കാനും ഇത് സഹായിക്കും. കളിമണ്ണ്, പശ്ചിമരാശി, മണൽ കലർന്ന മണ്ണ് എന്നീ മണ്ണുകളിൽ 5.5 മുതൽ 6 pH പരിധിയിൽ ഇവ വളരുന്നു. വിത്ത് വിതയ്ക്കുന്നതിന് തടം നന്നായി തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ്. തടം നല്ല നീർവാർച്ചയുള്ളതും വായു സഞ്ചാരമുള്ളതും കളകളില്ലാത്തതുമായിരിക്കണം. വിത്തുകൾ ഏകദേശം 2.5 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിലും 15 മുതൽ 20 സെന്റിമീറ്റർ അകലത്തിലും നടണം. 1 സെന്റിൽ കൃഷി ചെയ്യാൻ 32 ഗ്രാം വിത്തുകൾ ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്നത് കൈകൊണ്ടോ അല്ലെങ്കിൽ വിത്തിടൽ ഉപയോഗിച്ചോ ആണ്. ഇതിനായി ശുപാർശ ചെയ്യുന്ന അകലം വരികൾക്കിടയിൽ 20 മുതൽ 25 സെന്റിമീറ്റർ വരെയും ഒരു വരിയിലെ ചെടികൾക്കിടയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ വരെയുമാണ്. മണ്ണിൽ ചാലുകളുണ്ടാക്കി വിത്തുകൾ അതിൽ തുല്യമായ അകലത്തിൽ വിതരണം ചെയ്യുന്നു. മണ്ണും വിത്തും തമ്മിലുള്ള സമ്പർക്കം ഉറപ്പാക്കാൻ വിത്തുകൾ മണ്ണുകൊണ്ട് മൂടുന്നു. ചാമയ്ക്ക് കുറഞ്ഞത് 750 മുതൽ 800 മില്ലിമീറ്റർ വരെ മഴയും 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയും ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്നതിന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് 20 kg 1 സെന്റാണ് എന്ന പ്രകാരം കാലിവലം കൊടുക്കണം. 200 ഗ്രാം യൂറിയയും 400 ഗ്രാം രാജ്ഫസിയും 1 സെന്റാണ് ആവശ്യമാണ്. 1 സെന്റിൽ 2.5 കിലോ മുതൽ 3.5 കിലോ വരെ ചാമ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ശരിയായ മണ്ണ് തയ്യാറാക്കൽ, വളപ്രയോഗം, വിളപരിപാലന രീതികൾ എന്നിവ ചാമയുടെ വിളവ് വർദ്ധിപ്പിക്കും. ഏകദേശം 3-4 മാസങ്ങൾക്ക് ശേഷം ചെടി മഞ്ഞയോ തവിട്ടു നിറമോ ആകുമ്പോൾ ചാമ വിളവെടുക്കാം. വിത്തുകൾ കഠിനവും തകർക്കാൻ കഴിയാതെയുമാകുമ്പോൾ ചാമ വിളവെടുപ്പിന് തയ്യാറാകുന്നു.